എക്കോക്സി സെറ്റിംഗ്സിൽ ജനറൽ ഹെഡിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫോമുകളിൽ ഒന്നാണ് കോണ്ടാക്ട് കാറ്റഗറി. ഈ ഒരു കോണ്ടാക്ട് കാറ്റഗറി ഫോം യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള സപ്ലയേഴ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടോ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സിനെയോ അല്ലെങ്കിൽ സപ്ലയേഴ്സിനെയോ ഇൻക്ലൂഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കോണ്ടാക്ട് കാറ്റഗറി ഫോമിൽ നമുക്കിവിടെ ഡാറ്റ ടേബിളിൽ കാണാൻ സാധിക്കും നമ്മൾ ഇതുവരെ ഏതൊക്കെ കാറ്റഗറി ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അത്തരത്തിലുള്ള കാറ്റഗറി ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഓരോ കാറ്റഗറിയുടെയും നെയിം, കാറ്റഗറി റീമാർക്സ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കാറ്റഗറി, അതായത് നമുക്ക് സപ്ലയറിനും കസ്റ്റമറിനും കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ടൈപ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓരോ കാറ്റഗറിയുടെയും കറണ്ട് സ്റ്റാറ്റസ് ആണ്. സ്റ്റാറ്റസ് ആക്റ്റീവ് ആൻഡ് ഇൻആക്റ്റീവ് നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിലുള്ള ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കാറ്റഗറി എന്തെങ്കിലും ചേഞ്ചോ കറക്ഷനോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻആക്റ്റീവ് ചെയ്തിരിക്കുന്ന കാറ്റഗറി ഡീറ്റെയിൽസ് എല്ലാം റെഡ് കളറിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻആക്റ്റീവ് ചെയ്ത കോണ്ടാക്ട് കാറ്റഗറി ഡീറ്റെയിൽസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു ഫിൽറ്റർ ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോണ്ടാക്ട് കാറ്റഗറി ഡീറ്റെയിൽസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡാറ്റ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. ഫിൽട്ടർ ഓപ്ഷനിൽ നമുക്ക് കാറ്റഗറി നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കാറ്റഗറി ടൈപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു സെർച്ച് ബാർ ആണ്. ഈ ഒരു സെർച്ച് ബാറിൽ നമുക്ക് കാറ്റഗറി നെയിം എൻ്റർ ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ആഡ് ന്യൂ ഓപ്ഷൻ ആണ്. ഒരു ന്യൂ കോണ്ടാക്ട് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു കോണ്ടാക്ട് കാറ്റഗറിയുടെ ഡാറ്റ എല്ലാം എക്സൽ ഫോർമാറ്റിലേക്കും മറ്റും എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ന്യൂ കോണ്ടാക്ട് കാറ്റഗറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആഡ് ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോണ്ടാക്ട് കാറ്റഗറിയുടെ ന്യൂ ഫോമാണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ നമുക്ക് കാറ്റഗറി നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. കാറ്റഗറി നെയിം എൻ്റർ ചെയ്തതിന് ശേഷം ടൈപ്പ് ഓഫ് കാറ്റഗറി സെലക്ട് ചെയ്യുക. ടൈപ്പ് ഓഫ് കാറ്റഗറി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റമർ ഓർ സപ്ലയറിന് നമുക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള റീമാർക്സ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ റീമാർക്സ് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോണ്ടാക്ട് കാറ്റഗറിയുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള പെൻസിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു കോണ്ടാക്ട് കാറ്റഗറി ഡീറ്റെയിൽസ് അത് കസ്റ്റമർ ഫോമിൽ ആൻഡ് സപ്ലയർ ഫോമിൽ എങ്ങനെയാണ് അപ്പിയർ ആകുന്നതെന്നുള്ളത് നോക്കാം. കസ്റ്റമർ ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കസ്റ്റമർ മാസ്റ്ററിൽ നമുക്ക് ഡാറ്റ ടേബിളിൽ കോണ്ടാക്ട് കാറ്റഗറി എന്നുള്ളൊരു കോളം കൂടി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ന്യൂ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയുടെ അണ്ടറിലുള്ള കസ്റ്റമർ ആണെങ്കിൽ അത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ന്യൂ കസ്റ്റമർ ഫോമിൽ നമുക്കിവിടെ കാറ്റഗറി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ കാറ്റഗറി ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവൈലബിൾ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ന്യൂ കസ്റ്റമറെ ഇതിലേക്ക് ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് സപ്ലയർ ഫോമിലും ഈ ഒരു സെയിം ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. സപ്ലയർ ഡാറ്റ ടേബിളിൽ നമുക്ക് ഇവിടെ ഒരു കോണ്ടാക്ട് കാറ്റഗറി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ കോണ്ടാക്ട് കാറ്റഗറിയിൽ ഗ്രൂപ്പ് ചെയ്യുന്ന ഓരോ സപ്ലയറുടെ ഡീറ്റെയിൽസും നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ ഒരു ന്യൂ സപ്ലയർ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലും നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ ആ ഒരു സപ്ലയറെ ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെയിം കസ്റ്റമർ ഫോർമാറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സപ്ലയറിൻ്റെ കാറ്റഗറി ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കോണ്ടാക്ട് കാറ്റഗറി ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.